ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. Astor Mims, Calicut and Kottakkal. We will treat you. നമസ്കാരം. ജില്ലാ വാർത്തകൾ. അവധിക്കാലത്തെ വിജ്ഞാനപ്രദമാക്കാൻ നാടെങ്ങും ക്യാമ്പുകൾ സജീവമാവുകയാണ്. ദീർഘകാലത്തെ അവധിയിലേക്ക് പ്രവേശിച്ച കുരുന്നുകൾക്ക് ആസ്വാദികരമാവും വിധം വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. കളിച്ചും രസിച്ചും ഉല്ലസിക്കാൻ കുരുന്നുകളും ഒരുങ്ങിക്കഴിഞ്ഞു. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. താലൂക്ക് തല ജനസമ്പർക്ക പരിപാടിക്ക് തുടക്കം. കോഴിക്കോട് താലൂക്കിലെ 703 അപേക്ഷകളിന്മേൽ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ. കൊടും കുറ്റവാളികൾക്ക് കുടപിടിക്കുന്ന നയങ്ങളാണ് പിണറായി സർക്കാരിന്റേതെന്ന് BJP സംസ്ഥാന സെക്രട്ടറി VK സജീവൻ. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ച മാർച്ച്. വേനൽ അവധിക്കാലത്ത് പ്രത്യേക വേതനം നൽകണമെന്ന ആവശ്യവുമായി പാചക തൊഴിലാളി സംഘടന. വിശദമായ വാർത്തകളിലേക്ക്. താലൂക്ക് തല ജനസമ്പർക്ക പരിപാടിക്ക് തുടക്കമായി. ഇതിലൂടെ കളക്ടറുടെ നേതൃത്വത്തിൽ അപേക്ഷകളിൽ നടപടികൾ സ്വീകരിക്കും. കണ്ടംകുളം ജൂബിലി ഹാളിൽ കളക്ടർ UV ജോസ് ഉദ്ഘാടനം ചെയ്തു. കളക്ടറുടെ നേതൃത്വത്തിലുള്ള താലൂക്ക് തല ജനസമ്പർക്ക പരിപാടിക്ക് തുടക്കമായി. കോഴിക്കോട് കണ്ടംകുളം ജൂബിലി ഹാളിൽ രാവിലെ 9-ന് കളക്ടർ UV ജോസ് ഉദ്ഘാടനം ചെയ്തു. താലൂക്കിൽ ഇതുവരെ 723 അപേക്ഷകളാണ് ലഭിച്ചത്. ആദ്യം എത്തുന്ന മുറയ്ക്ക് അപേക്ഷകർക്ക് ടോക്കൺ സംവിധാനത്തിലൂടെ സമർപ്പിക്കപ്പെട്ട പരാതിയിന്മേൽ സ്വീകരിച്ച നടപടി അറിയാം. കളക്ടറെ നേരിട്ട് കാണേണ്ടവർക്ക് പ്രത്യേക സൗകര്യവും ഏർപ്പെടുത്തും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള സഹായം, ദേശീയ കുടുംബ സഹായ പദ്ധതിയിൽ നിന്നുള്ള സഹായം, ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നുള്ള സഹായം, പട്ടയം, കേൾവി സഹായികൾ എന്നിവ താലൂക്ക് തലങ്ങളിൽ വിതരണം ചെയ്യും. സഹായധനം സ്വീകരിക്കാൻ അർഹരായ അപേക്ഷകർ തിരിച്ചറിയൽ രേഖ, റേഷൻ കാർഡ് എന്നിവ സഹിതം ഹാജരാകണം. ഇന്ന് ഏതാണ്ട് 600ഓളം പേർക്ക് CMDRFന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ഫണ്ട് നൽകുന്നുണ്ട്. 1,26,00,000 രൂപ ഇന്ന് ഇവിടെ നിന്ന് വിതരണം ചെയ്യുന്നുണ്ട്. അതിനുള്ള ആൾക്കാരെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. ബാക്കി ഇന്ന് അപേക്ഷ സ്വീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തിരക്കിലാണ്. ഒത്തിരി പേര് പുതിയ അപേക്ഷകളുമായിട്ട് വന്നിട്ടുണ്ട്. അത് കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ അതിന് മറുപടി നൽകാൻ കഴിയുള്ളൂ. ഇപ്പം തീർക്കാൻ പറ്റുന്നത് ഞങ്ങൾ തീർക്കും. ബാക്കിയുള്ളത് പിന്നീട് അവരെ അറിയിക്കുന്നതാണ്. ഏപ്രിൽ 4-ന് ചൊവ്വാഴ്ച വടകര താലൂക്ക് ജനസമ്പർക്ക പരിപാടി വടകര ടൗൺ ഹാളിലും 5-ന് കൊയിലാണ്ടി താലൂക്ക് ജനസമ്പർക്ക പരിപാടി കൊയിലാണ്ടി ടൗൺ ഹാളിലും ഏപ്രിൽ 6-ന് താമരശ്ശേരി താലൂക്ക് ജനസമ്പർക്ക പരിപാടി കാരാടി ഗവൺമെന്റ് UP സ്കൂളിലും നടക്കും. വടകര താലൂക്കിൽ 409 അപേക്ഷകളും കൊയിലാണ്ടി താലൂക്കിൽ 791 അപേക്ഷകളും താമരശ്ശേരിയിൽ 405 അപേക്ഷകളുമാണ് ലഭിച്ചത്. ജനസമ്പർക്ക പരിപാടിക്കായി കൗണ്ടറുകൾ സജ്ജീകരിച്ച് വിപുലമായ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ജില്ലാതല ഉദ്യോഗസ്ഥർ രാവിലെ കൃത്യസമയത്ത് തന്നെ പരിപാടിയിൽ ഹാജരാകണമെന്ന് കലക്ടർ അറിയിച്ചു. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി പ്രമുഖ ഗാന്ധിയൻ ഡോക്ടർ SN സുബ്ബറാവു കോഴിക്കോട്ടെത്തി. തനിക്ക് മുന്നേ നടന്നവരുടെ പിറകെ യുവാക്കളെ സന്നദ്ധരാക്കുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഗാന്ധി ഗൃഹത്തിൽ സമാധാന സംഗമം സംഘടിപ്പിച്ചു. വിശ്വമാനവികതയുടെ അടിസ്ഥാന മൂല്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുകയും വികസന സങ്കല്പങ്ങളിൽ മാനുഷികതയുടെ പക്ഷം ചേരുകയും ചെയ്യണമെന്ന് പഠിപ്പിച്ച മഹാത്മജിയുടെ ആദർശങ്ങളെ പിന്തുടർന്ന് തന്റെ കർമ്മമണ്ഡലത്തിൽ ഉൾച്ചേർത്ത വ്യക്തിത്വമാണ് ഡോക്ടർ SN സുബ്ബറാവു. അദ്ദേഹത്തിന്റെ കോഴിക്കോട് ഗാന്ധി ഗൃഹത്തിൽ നാഷണൽ യൂത്ത് പ്രൊജക്ടും സംയുക്തമായി ചേർന്ന് സമാധാന സംഗമം സംഘടിപ്പിച്ചത്. 90ന്റെ നിറവിലും സമാധാനത്തിന്റെ അകംപൊരുൾ നേടിയും പകർന്നും ലോകരാഷ്ട്രങ്ങളിലൂടെ തന്റെ പ്രയാണം തുടരുന്ന ബായിജിയുടെ
കേരള സന്ദർശനം സമാധാന പ്രവർത്തനങ്ങളിൽ പുതിയൊരു ചുവടുവയ്പാകും. ദേശീയ പ്രസ്ഥാനത്തിലെ പ്രധാന സാന്നിധ്യമായിരുന്നു അദ്ദേഹം. ഗാന്ധി പീസ് ഫൗണ്ടേഷൻ സ്ഥാപക നേതാക്കളിൽ ഒരാൾ. ഇത്തരത്തിൽ സേവനത്തിന്റെ പാതയിൽ തനിക്ക് മുന്നേ വഴി നടന്നവരുടെ പിറകെ യുവാക്കളെ സന്നദ്ധരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം കേരളത്തിൽ ഇത്തരമൊരു സംഗമം സംഘടിപ്പിച്ചത്. സ്വാഗത സംഘം ചെയർമാൻ KPU അലി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. നാഷണൽ യൂത്ത് പ്രൊജക്ട് ദേശീയ സെക്രട്ടറി കാരയിൽ സുകുമാരൻ ബായിജിയെ പരിചയപ്പെടുത്തി. നാഷണൽ യൂത്ത് പ്രൊജക്ട് ഡയറക്ടർ N സുബ്ബറാവ് ഉദ്ഘാടനം നിർവഹിച്ചു. ജയ് ജഗത് എന്ന ഗാനം ആലപിച്ചാണ് അദ്ദേഹം സമാധാന സന്ദേശങ്ങൾക്ക് തുടക്കം കുറിച്ചത്. പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ അദ്ദേഹത്തിന് ഉപഹാരം സമർപ്പിച്ചു. പ്രമുഖ ഗാന്ധിയൻ തയ്യാട്ട് ബാലൻ, കോഴിക്കോട് ഗാന്ധി പീസ് ഫൗണ്ടേഷൻ പ്രസിഡന്റ് കൃഷ്ണൻ മൂസ്, KKN ഹനീഫ, ഗാന്ധി ദർശൻ ക്ലബ് പ്രസിഡന്റ് പ്രേംകുമാർ തുടങ്ങിയവർ അദ്ദേഹത്തെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. വേതന വിതരണത്തിലെ കരുതിക്കൂട്ടിയുള്ള കാലതാമസം ഒഴിവാക്കുക എന്ന ആവശ്യമുന്നയിച്ച് സ്കൂൾ പാചക തൊഴിലാളി സംഘടന AEO ഓഫീസിന് മുന്നിൽ കൂട്ടധർണ നടത്തി. ഗോളിയോർ സമരനായകൻ ഗ്രോവാസു ധർണ ഉദ്ഘാടനം ചെയ്തു. HMS സംസ്ഥാന സെക്രട്ടറി G ഷാനവാസ് മുഖ്യപ്രഭാഷണം നടത്തി. വേനലവധിക്കാലം പ്രത്യേകം വേതനം അനുവദിക്കുക, വേതന വിതരണത്തിലെ കരുതിക്കൂട്ടിയുള്ള കാലതാമസം ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സ്കൂൾ പാചകത്തൊഴിലാളി സംഘടന എരഞ്ഞിപ്പാലം AEO ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. കാലങ്ങളായി പാചകത്തൊഴിലാളികൾ അനുഭവിക്കുന്ന അധ്വാനഭാരം കണക്കിലെടുക്കാതെ തങ്ങൾക്കുള്ള വേതനം കരുതിക്കൂട്ടി വൈകിക്കുകയാണെന്നുള്ള പരാതികളാണ് സമരക്കാർ മുന്നോട്ട് വെച്ചത്. ഗോളിയോർ സമരനായകൻ ഗ്രോവാസു ധർണ ഉദ്ഘാടനം ചെയ്തു. HMS ജില്ലാ പ്രസിഡന്റ് M ശ്രീധരൻ നായർ അധ്യക്ഷനായിരുന്നു. HMS സംസ്ഥാന സെക്രട്ടറി G ഷാനവാസ് മുഖ്യപ്രഭാഷണം നടത്തി. ഇടതുപക്ഷ സർക്കാർ അധികാരം ഏറ്റെടുത്ത് അതൊക്കെ അട്ടിമറിച്ച് കളയാനുണ്ടായത്. അവർ ചെയ്തത് നേരത്തെ നിലനിന്നിരുന്ന 500 കുട്ടികൾക്ക് ഒരാൾ എന്നത് തുടരുകയും കൂടുതൽ വരുന്ന കുട്ടികൾ ഒന്ന് 25 പൈസ ഇന്ന് ആരെങ്കിലും എവിടെങ്കിലും എടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഒരു ഭിക്ഷക്കാരന്റെ പേരും നമ്മൾ 25 പൈസ എടുത്ത ദൂരെ ഒറ്റയാണ്. ആ 25 പൈസയാണ് പാചക തൊഴിലാളികൾക്കോട് വെച്ചിരിക്കുന്നത്. 250 കുട്ടികൾക്ക് ഒരു തൊഴിലാളി എന്നത് മാറ്റി 500 കുട്ടികൾക്ക് ഒരു തൊഴിലാളി എന്ന നയം കൊണ്ടുവന്ന ഇടതുപക്ഷ സർക്കാരിനോട് ഒരു വർഷത്തോളമായി ഈ കണക്ക് മാറ്റിക്കൊണ്ട് തൊഴിലാളികളുടെ അധ്വാനഭാരം കുറയ്ക്കാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ ഇതിനുവേണ്ട നടപടികളൊന്നും സ്വീകരിക്കുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. TK ബാലഗോപാലൻ, O പത്മനാഭൻ, KK രാജൻ, KT സനൽകുമാർ, U മുസമ്മിൽ എന്നിവർ സംബന്ധിച്ചു. പാലാട്ട് UP സ്കൂളിനെ ഏറ്റെടുക്കാനുള്ള സർക്കാർ നടപടി പാതി വഴിയിലാവുമോ എന്ന ആശങ്കയിലാണ് തിരുവണ്ണൂർ പ്രദേശത്തുകാർ. ഏറ്റെടുക്കൽ നടപടിക്കെതിരെ സ്കൂൾ മാനേജർ നൽകിയ സ്റ്റേ ഉത്തരവിന്റെ കേസ് ഏപ്രിൽ 5-നാണ് നടക്കുന്നത്. വിഷയത്തിൽ സർക്കാർ അനുയോജ്യമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് MK മുനീർ MLA വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വ്യക്തി താൽപര്യത്തിന്റെ പേരിൽ സ്കൂൾ അടച്ചുപൂട്ടാനുള്ള നടപടിയിൽ നിന്നും നാടിന്റെ എതിർപ്പിനെ തുടർന്ന് സർക്കാർ സ്കൂൾ ഏറ്റെടുക്കൽ നടപടി വരെ എത്തി. പക്ഷേ അവിടം കൊണ്ടൊന്നും പാലാട്ട് UP സ്കൂളിനെ സംരക്ഷിക്കപ്പെടാൻ കഴിയില്ല എന്ന അവസ്ഥയിൽ ഏറ്റെടുക്കൽ നടപടിക്കെതിരെ സ്കൂൾ മാനേജർ മുഹമ്മദ് അഷ്റഫ് സ്റ്റേ ഉത്തരവ് സംഘടിപ്പിച്ചു. സ്റ്റേ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് സ്ഥലം MLA MK മുനീർ വിളിച്ചു ചേർത്ത യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. തുടർന്ന് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാരുടെ സാന്നിധ്യത്തിൽ കുട്ടികളെ തിരുവണ്ണൂർ URCയിലേക്ക് മാറ്റി. പലതവണയായി മാറ്റിവെക്കപ്പെട്ട ഈ കേസ് ഏപ്രിൽ 5-ന് നടക്കാനിരിക്കുകയാണെന്ന് MLA MK മുനീർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സർക്കാർ ഈ വിഷയത്തിന്റെ ഗൌരവം ഉൾക്കൊണ്ടുകൊണ്ട് അനുയോജ്യമായ തീരുമാനം എടുക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട് ഒന്നടങ്കമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ 5-നും പോകുന്നില്ലെങ്കിൽ പിന്നെ നമ്മളിത് എന്താണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടി വരും. കാരണം ആകെ ചെന്ന് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, 28-ാം തീയതി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതാണോ എന്ന് പറഞ്ഞാൽ ആ കേസ് വെക്കേറ്റ് ചെയ്യാവുന്ന ഒരു ചെറിയ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം. എന്താണ് ഇങ്ങനെ സർക്കാരിന്റെ ആരും പോയി പങ്കെടുക്കാതെ നീട്ടി കൊണ്ടുപോകുന്നത് എന്നുള്ളതിനുള്ളൊരു ആശങ്ക. സ്കൂൾ സംരക്ഷണ സമിതി ഭാരവാഹികളും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. കൊടും കുറ്റവാളികൾക്ക് കുടപിടിക്കുന്ന നയങ്ങളാണ് പിണറായി സർക്കാരിന്റേതെന്നും കേരളത്തിൽ സ്ത്രീകൾക്ക് ജീവിക്കാനുള്ള അന്തരീക്ഷം ഇല്ലാതാവുകയാണെന്നും BJP സംസ്ഥാന സെക്രട്ടറി VK സജീവൻ. സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പുവരുത്താത്ത ഇടതുപക്ഷ സർക്കാരിനെതിരെ മഹിളാ മോർച്ച കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിണറായി ഭരിക്കും കേരള നാട്ടിൽ സ്ത്രീകൾക്ക് സ്വൈര്യമായി നടക്കാൻ വയ്യ എന്ന മുദ്രാവാക്യവുമായാണ് മഹിളാ മോർച്ച കലക്ടറേറ്റിന് മുന്നിലേക്ക് മാർച്ച് നടത്തിയത്.
സ്ത്രീ സുരക്ഷാ പേരു പറഞ്ഞ് അധികാരിയും പിന്നീട് പറഞ്ഞതൊന്നും പാലിക്കാതെ ഭരണം നടത്തുകയും ചെയ്യുന്ന കേരള സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയാണ് മഹിളാ മോർച്ച ശബ്ദമുയർത്തിയത്. ഈ കാരണങ്ങളൊക്കെ മുൻനിർത്തി കേരളത്തിൽ സ്ത്രീകൾക്ക് ജീവിക്കാൻ അനുവദിക്കാത്ത സാഹചര്യം സൃഷ്ടിക്കുന്ന മുഖ്യമന്ത്രി ആഭ്യന്തര സ്ഥാനം രാജിവെക്കണമെന്നുള്ളതും സമരക്കാരുടെ പ്രധാന ആവശ്യമായിരുന്നു. BJP സംസ്ഥാന സെക്രട്ടറി VK സജീവൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഗോവിന്ദചാമിയെ പോലുള്ള കുറ്റവാളികളെ സംരക്ഷിക്കുന്നത് സംസ്ഥാന സർക്കാരാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കൊടുംകുറ്റവാളികൾക്ക് കുടപിടിക്കുന്ന നയങ്ങളാണ് പിണറായി സർക്കാരിന്റേതെന്നും അതുകൊണ്ടുതന്നെ കേരളത്തിൽ സ്ത്രീകൾക്ക് ജീവിക്കാനുള്ള അന്തരീക്ഷം ഇല്ലാതാവുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കുറ്റവാളികൾക്ക് ആവേശപ്പെടുന്ന, അവർക്ക് സന്തോഷപ്പെടുന്ന തീരുമാനങ്ങളാണോ നടപടികളാണോ ഈ ഗവൺമെന്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഏത് കേസായാലും കുഴപ്പമില്ല. പോയി ഒരാളെയും കൂട്ടി പോയാൽ ഏത് സ്ത്രീ പീഡന കേസിൽ നിന്നും, ഏത് അഴിമതി കേസിൽ നിന്നും, ഏത് കൊടും ക്രൂരമായിട്ടുള്ള കേസിൽ നിന്നും രക്ഷപ്പെടാമെന്നുള്ള സാഹചര്യമാണ്, അക്ഷരാർത്ഥത്തിൽ അരാജകത്വമാണ് ഇന്ന് കേരളത്തിൽ അരങ്ങേറുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ലേ. മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് രമ്യ മുരളി അധ്യക്ഷയായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് പ്രമീള സി നായക്, BJP സംസ്ഥാന സമിതി അംഗം P രമണിബായി, BJP ജില്ലാ ട്രഷറർ TV ഉണ്ണികൃഷ്ണൻ, ജില്ലാ ജനറൽ സെക്രട്ടറി മല്ലിക ലോഹിതാക്ഷൻ, പ്രിയ V, ബിന്ദു കക്കോടി, ശോഭ സുരേന്ദ്രൻ, ദീപ T മണി, ലതിക ചറോ തുടങ്ങിയവർ സംബന്ധിച്ചു. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. 1 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി വിഷു ഈസ്റ്റർ മെഗാ ഫെസ്റ്റിവൽ ഓഫർ. ബമ്പർ സമ്മാനം റിനോൾട്ട് ക്വിഡ് കാർ. കൂടാതെ 24 ഭാഗ്യശാലികൾക്ക് 2 വീലർ സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കുമൊപ്പം ഗോൾഡ് കോയിൻ സൗജന്യം. നിരവധി ആനുകൂല്യങ്ങളുമായി അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. ബിഗ്ഗസ്റ്റ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ പുതിയ 916 ആഭരണങ്ങൾ സ്വന്തമാക്കൂ. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കോഴിക്കോട് സിറ്റി കമ്മിറ്റി സംഘടിപ്പിക്കുന്നു സാംസങ് ഗാലക്സി വ്യാപാരോത്സവം 2017 ഏപ്രിൽ 1 മുതൽ 20 വരെ വ്യാപാരി ട്രേഡ് സെന്റർ ഗ്രൗണ്ടിൽ. സെൽഫോൺ, ഹോം അപ്ലയൻസ്, ഓട്ടോമൊബൈൽസ്, കമ്പ്യൂട്ടർ, സെറാമിക്, ക്രോക്കറി, ഹാൻഡിക്രാഫ്റ്റ്, ഹാൻഡ്ലൂം, ടെക്സ്റ്റൈൽസ്, റെഡിമെയ്ഡ്സ്, സ്പോർട്സ് ഗുഡ്സ്, ഹെർബൽ പ്രൊഡക്റ്റ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളുമായി വിപുലമായ സ്റ്റാളുകൾ. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കോഴിക്കോട് സിറ്റി കമ്മിറ്റി സംഘടിപ്പിക്കുന്നു സാംസങ് ഗാലക്സി വ്യാപാരോത്സവം 2017 എ കൺസ്യൂമർ ഷോപ്പിംഗ് എക്സ്പോ. കോഴിക്കോട് ടൗൺ ഹാൾ റോഡ്, വ്യാപാരി ട്രേഡ് സെന്റർ ഗ്രൗണ്ടിൽ ഏപ്രിൽ 1 മുതൽ 20 വരെ. ഓ മൈ ഗോഡ്, 1/2 കിലോ കൂടി. ഹെവി വെയിറ്റോ? എനിക്കോ? ഉഫ്, എത്ര കാലായി ലൈറ്റ് ഫുഡല്ലേ ഞാൻ കഴിക്കാം. ഓ വാവ്, താങ്ക് ഗോഡ് നമുക്ക് ഒരേ ടേസ്റ്റ് ആയത്. അച്ഛാ, നിനക്ക് എല്ലാം ഫെദർ ലൈറ്റ് അല്ലേ വേണ്ടേ? Super Featherlight Wedding Silk Collections for the Young India from Kalyan Silks. സ്വർണത്തിന്റെ വിലക്കുറവ് പ്രയോജനപ്പെടുത്താൻ ഇപ്പോൾ മികച്ച അവസരം. വിലയുടെ 10% മുതൽ നൽകി വിവാഹ സ്വർണം മുൻകൂർ ബുക്ക് ചെയ്യൂ. സ്വർണ്ണവില കൂടിയാൽ ബുക്ക് ചെയ്ത വിലയ്ക്കും കുറഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്കും ആഭരണങ്ങൾ സ്വന്തമാക്കൂ. കൂടാതെ പണിക്കൂലിയിൽ 25% മുതൽ 40% വരെ ഇളവും. ഈ സവിശേഷ ആനുകൂല്യം മാർച്ച് 31 വരെ മാത്രം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. വിദ്യാർത്ഥികളെ മൂല്യബോധമുള്ള തലമുറയായി വളർത്തിയെടുക്കാൻ SLRC ലേഡീസ് വിംഗിൽ വ്യക്തിത്വ വികസന ക്ലാസ് ആരംഭിച്ചു. അൻസാർ നന്മണ്ട ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളെ ധാർമ്മിക വിശുദ്ധിയിലൂടെ മൂല്യബോധമുള്ള തലമുറയായി വളർത്തിയെടുക്കാൻ ആവശ്യമായ വ്യക്തിത്വ വികസന ക്ലാസ് SLRC ലേഡീസ് വിംഗിൽ ആരംഭിച്ചു. അൻസാർ നന്മണ്ട ക്ലാസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സ്വയം മാറാൻ തയ്യാറല്ലാത്ത ഒരു തലമുറയെയും ആർക്കും മാറ്റിയെടുക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥ സംസ്കാരത്തെക്കുറിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാതയെക്കുറിച്ചും ഒരു സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി SLRC സംഘടിപ്പിക്കുന്ന ഇതുപോലെയുള്ള പരിപാടികൾ ഏറെ ശ്ലാഘനീയമാണ്. ഗൈഡൻസ് ആൻഡ് കൌൺസിലിംഗ് എന്നിവയിലൂടെ വിദ്യാർത്ഥികളുടെ ഉള്ളം ശുദ്ധീകരിച്ച് കുടുംബത്തിനും സമൂഹത്തിനും നന്മയാർന്ന മൂല്യവത്തായ ഒരു വിദ്യാർത്ഥി സമൂഹത്തെ സമ്മാനിക്കുവാനുള്ള ഒരു മാസത്തെ പരിശീലന ക്ലാസാണ് SLRC ലേഡീസ് വിംഗ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത്.
യോഗത്തിൽ എം ഹാരിസ് അധ്യക്ഷത വഹിച്ചു. SLRC ഡയറക്ടർ KV അബ്ദുൽ ലത്തീഫ് മൗലവി, P ഹാറൂൺ, മുസ്തഫ കോവൂർ, KM മുഹമ്മദ് അഷ്റഫ്, മുഹമ്മദ് ഫിയാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. മഹാശി ധരംപാൽ വേദ റിസർച്ച് ഫൗണ്ടേഷന്റെ വേദ മഹാമന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തത്വസമീക്ഷ സംഘടിപ്പിച്ചു. ചടങ്ങിൽ യുവ സനാതന ധർമ്മ പ്രവർത്തകനുള്ള പുരസ്കാരം രാഹുൽ ഈശ്വറിന് ആചാര്യ MR രാജേഷ് സമ്മാനിച്ചു. കശ്യപാശ്രമത്തിന്റെ പുതിയ സംരംഭമായ മഹാശയ ധരംപാൽ MDH വേദ റിസർച്ച് ഫൗണ്ടേഷന്റെ ഉദ്ഘാടന പരിപാടികൾ ഏപ്രിൽ 1 മുതൽ 3 വരെയുള്ള തീയതികളിലായാണ് നടന്നത്. കക്കോടി ഒറ്റത്തെങ്ങിൽ ഉയരുന്ന വേദമഹാമന്ദിരത്തിന്റെ ഉദ്ഘാടനം MP MK രാഘവന്റെ അധ്യക്ഷതയിൽ ആചാര്യ MR രാജേഷും MDH ഗ്രൂപ്പ് ചെയർമാൻ മഹാശയ ധരംപാൽ ഹട്ടിയും ചേർന്ന് നിർവഹിച്ചു. MPമാരായ സ്വാമി സുമേധാനന്ദ, ഡോക്ടർ സത്യപാൽ സിംഗ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കോഴിക്കോട് മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. മീര K രാജേഷ്, MDH ഗ്രൂപ്പ് ഡയറക്ടർ രാജീവ് ഗുലാട്ടി, കക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M രാജേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജുമേലെ താഴ്ത്തയിൽ, കക്കോടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ K ശ്രീജില, സജീവൻ കക്കടവത്ത്, സുരേഷ് ചന്ദ്ര ആര്യ, പ്രകാശ് ആര്യ, ധരംപാൽ ആര്യ, വിനയ് ആര്യ എന്നിവർ പങ്കെടുത്തു. രാവിലെ 7 മണിക്ക് ആചാര്യ MR രാജേഷിന്റെ 3000 ശിഷ്യന്മാർ ജാതിലിംഗ ഭേദമന്യേയുള്ള സമൂഹ അഗ്നിഹോത്രയജ്ഞം നടത്തി. സമാപന ദിവസം നടന്ന തത്വസമീക്ഷ ഡോക്ടർ K ജയപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. യുവ സനാതനധർമ്മ പ്രവർത്തകനുള്ള പുരസ്കാരം രാഹുൽ ഈശ്വറിന് ചടങ്ങിൽ സമർപ്പിച്ചു. ആചാര്യ MR രാജേഷ് പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. മധുനാരായണൻ നമ്പൂതിരി, ഡോക്ടർ A ത്യാഗരാജൻ, ചിത്തരഞ്ജൻ, മണ്ടിലിടത്ത് രഘുവീർ എന്നിവർക്കും ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമർപ്പിച്ചു. വൈദിക മണ്ഡലം സെക്രട്ടറി PP ഉണ്ണികൃഷ്ണൻ വൈദിക് ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. M സുന്ദരൻ വൈദിക്, ഡോക്ടർ MR രാഘവ വാര്യർ, തിരൂർ ദിനേശ്, ശ്രീലാസ് KK എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. അന്തർദേശീയ ബോക്സിംഗ് താരം ലജിത്തിനെ ജന്മനാട് ആദരിച്ചു. ബേപ്പൂരിലാണ് ലജിത്തിന് ജനകീയ സ്വീകരണമൊരുക്കിയത്. പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ യശസ് ഉയർത്തിയ ബേപ്പൂരിന്റെ ഉരുക്കുമനുഷ്യന് നാടിന്റെ സ്നേഹാദരം. ഇന്റർനാഷണൽ തായ് മാർഷൽ ആർട്സ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയ ബേപ്പൂരിലെ PC ലജിത്തിന് DYFI മേഖലാ കമ്മിറ്റി ആഭിമുഖ്യത്തിലാണ് ജനകീയ സ്വീകരണമൊരുക്കിയത്. ബാങ്കോക്കിൽ സമാപിച്ച അന്താരാഷ്ട്ര മത്സരത്തിലാണ് രാജ്യത്തെ പ്രതിനിധീകരിച്ച് ബേപ്പൂർ ഫിഷിംഗ് ഹാർബറിലെ തൊഴിലാളി കൂടിയായ ലജിത്ത് മൂന്നാമനായത്. ബേപ്പൂർ സ്വദേശികളായ ലജിത്തിന്റെ കോച്ച് PP സാജൻ, സൗത്ത് ഇന്ത്യൻ സ്വർണ്ണ മെഡൽ ജേതാക്കളായ അർജുൻ, അക്ഷയ്, അജീഷ്, വെള്ളി മെഡൽ ജേതാവ് അലൻ ജെയിംസ് എന്നിവരെയും അനുമോദിച്ചു. BC റോഡ് ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് TP ദാസൻ ലജിത്തിനെ പൊന്നാട അണിയിച്ച് ഉപഹാരം നൽകി. മറ്റുള്ളവർക്കും ഉപഹാരം സമ്മാനിച്ചു. കോർപ്പറേഷൻ വികസനകാര്യ ചെയർമാൻ PC രാജൻ അധ്യക്ഷനായി. മാന്ത്രികൻ പ്രദീപ് ഹുഡിനോ താരങ്ങളെ പരിചയപ്പെടുത്തി. കൌൺസിലർമാരായ പേരോത്ത് പ്രകാശൻ, T അനിൽകുമാർ, PK ഷാനിയ, സ്റ്റേറ്റ് ബാർ കൌൺസിൽ ട്രഷറർ അഡ്വക്കേറ്റ് എടത്തൊടി രാധാകൃഷ്ണൻ, കരുവള്ളി ശശി, മുരളി ബേപ്പൂർ, DYFI ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് T റുമീസ് എന്നിവർ സംസാരിച്ചു. ലജിത്ത്, കോച്ച് സാജൻ എന്നിവർ മറുപടി പറഞ്ഞു. P രഞ്ജിത് കുമാർ സ്വാഗതവും പ്രശാന്ത് നെട്ടോളി നന്ദിയും പറഞ്ഞു. നേരത്തെ താരങ്ങളെ ഹാരമണിയിച്ച് ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിയോടെ ബേപ്പൂർ ഹൈസ്കൂൾ പരിസരത്തു നിന്നും ആനയിച്ചാണ് വരവേറ്റത്. ബേപ്പൂർ ഗോദീശ്വര ക്ഷേത്ര മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ കൊടിയേറി. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിൽ പ്രത്യേക പൂജകളും കലാസാംസ്കാരിക പരിപാടികളും അരങ്ങേറും. ഏപ്രിൽ 7-ന് കൊടിയിറങ്ങും. ശ്രീ ഗോദീശ്വരം ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകൾ തന്ത്രി ബ്രഹ്മശ്രീ അഴകത്ത് ശാസ്ത്രശർമ്മൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറി. 7 ദിവസങ്ങളിലായി നിരവധി വിശേഷാൽ പൂജകളും വഴിപാടുകളും ക്ഷേത്രത്തിൽ ഉണ്ടാകും. ഭജന, ആധ്യാത്മിക പ്രഭാഷണങ്ങൾ, നൃത്തനൃത്യങ്ങൾ, നൃത്തശില്പം തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറും. സാംസ്കാരിക സമ്മേളനം ഗവേഷകൻ രാഹുൽ ഈശ്വർ ഉദ്ഘാടനം ചെയ്തു.
ദേവിക്ക് പൊങ്കാല സമർപ്പണം, മഹാഗണപതി ഹോമം, മഹാഭഗവതി സേവ, ഉത്സവ ബലി, ലഡു വഴിപാട് തുടങ്ങിയ ഉത്സവ പൂജകളും നടത്തും. ഏപ്രിൽ 7 നടക്കുന്ന ആറാട്ടിനും വാദ്യഘോഷങ്ങളുടെ തിരിച്ചെഴുന്നള്ളിപ്പിനും ശേഷം കൊടിയിറക്കത്തോടെ ഉത്സവ ചടങ്ങുകൾക്ക് സമാപനമാകും. MSM കോഴിക്കോട് സിറ്റി മേഖലയുടെ ആഭിമുഖ്യത്തിലുള്ള വേനലവധിക്കാല ഇഖ്റ മോറൽ സ്കൂളിന് തുടക്കമായി. ഏപ്രിൽ 3 മുതൽ 27 വരെ നടക്കുന്ന ക്ലാസിന്റെ ഉദ്ഘാടന കർമ്മം മുജാഹിദ് ദവാ സമിതി സിറ്റി മേഖലാ ചെയർമാൻ SI ഐദീദ് തങ്ങൾ നിർവഹിച്ചു. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ കീഴിൽ MSM കോഴിക്കോട് സിറ്റി മേഖലയുടെ ആഭിമുഖ്യത്തിലുള്ള വേനലവധിക്കാല ഇഖ്റ മോറൽ സ്കൂളിന് തുടക്കം കുറിച്ചു. മുജാഹിദ് ദവാ സമിതി സിറ്റി മേഖലാ ചെയർമാൻ SI ഐദീദ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഏപ്രിൽ 3 മുതൽ 27 വരെയുള്ള തീയതികളിൽ രാവിലെ 9:30 പരപ്പിൽ MM ജൂബിലി കോളേജിൽ വെച്ചാണ് ക്ലാസ് നടക്കുക. വിദ്യാർത്ഥികളിൽ ധാർമ്മിക ബോധം വളർത്തിയെടുക്കുവാനും സമാധാനത്തിന്റെ സന്ദേശവാഹകരും ആത്മശാന്തിയുടെ ഉടമകളാക്കി നല്ലൊരു സമൂഹത്തെ പടുത്തുയർത്തുക എന്നതാണ് പ്രോഗ്രാമിന്റെ ലക്ഷ്യം. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ഡിഗ്രി വിദ്യാർത്ഥികൾക്കാണ് ക്ലാസുകൾ. 7 വയസ്സ് മുതലുള്ള കുട്ടികൾക്കായി ജൂനിയർ മോറൽ സ്കൂളും പ്രത്യേകം സജ്ജമാക്കിയിട്ടുണ്ട്. 20 ദിവസങ്ങളിലായി നടക്കുന്ന പഠന ക്ലാസുകളിൽ അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമായ നാസയുടെ മലയാളി പ്രതിനിധി KVM അബ്ദുൽ ഗഫൂർ, MSM സംസ്ഥാന പ്രസിഡന്റ് മുനവർ സ്വലാഹി, വൈസ് പ്രസിഡന്റ് നിസാർ സ്വലാഹി മമ്പാട് തുടങ്ങി പ്രമുഖ പണ്ഡിതന്മാർ സംബന്ധിക്കും. കരിയറും സാധ്യതകളും, ഇന്ത്യക്കകത്തും പുറത്തും, ജലം, ദൈവാനുഗ്രഹം, പങ്കുവയ്ക്കുക, പാഴാക്കരുത്, ഖുറാൻ നിത്യനൂതന ഗ്രന്ഥം, ഖുറാനിലെ ചരിത്രഭൂമികളിലൂടെ തുടങ്ങി നിരവധി വിഷയങ്ങളിൽ ചർച്ച നടക്കും. ചടങ്ങിൽ MSM ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ജസീൽ കൊടിയത്തൂർ, ISM സിറ്റി മേഖലാ പ്രസിഡന്റ് KV ഷുഹൈബ്, സഹൽ ആദം, സജാദ് ഇബ്നു അബ്ദുൾ റസാഖ്, മുഫീദ് നന്മണ്ട, കാബിൽ CV തുടങ്ങിയവർ സംബന്ധിച്ചു. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 റീജിയൻ 3യുടെ സമ്മേളനവും കുടുംബസംഗമവും കണ്ണൂർ റോഡ് YMCA ഓഡിറ്റോറിയത്തിൽ നടന്നു. റീജിയൻ ചെയർമാൻ K പ്രേംകുമാർ യോഗ നടപടികൾ നിയന്ത്രിച്ചു. ലയൺസ് ക്ലബ്സ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318യുടെ റീജിയൻ 3യുടെ സമ്മേളനവും കുടുംബസംഗമവും കണ്ണൂർ റോഡ് YMCA ഓഡിറ്റോറിയത്തിൽ നടന്നു. റീജിയൻ ചെയർമാൻ ലയൺ K പ്രേംകുമാർ യോഗ നടപടികൾ നിയന്ത്രിച്ചു. ഗായക ദമ്പതികളും ലയൺസ് ക്ലബ് അംഗങ്ങളുമായ C അജിത് കുമാർ, M സുജാത എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. മേഖലയിലെ വിവിധ ക്ലബ്ബുകളുടെ പ്രസിഡന്റുമാരായ M സുരേഷ് ബാബു, M രവികുമാർ, കേണൽ NV മോഹൻദാസൻ, ഹരിഗോവിന്ദ്, കീർത്തി ശശീന്ദ്രൻ, ഡോക്ടർ KN വേണുഗോപാലൻ, അബ്ദുൽ മുനീർ KV, ഗോവിന്ദൻകുട്ടി നമ്പ്യാർ, ഡോക്ടർ പ്രകാശ് കുമാർ, P സജീവ് കുമാർ, ദിനേശ് ബാബു, സുനിൽ കുമാർ ചിറ്റാടി എന്നിവരും അർച്ചന പ്രേമൻ, റോയ് തോമസ്, P ഗംഗാധരൻ, KP അനിൽകുമാർ, ധന്യ സുഭാഷ്, ഡോക്ടർ ശ്യാം കിഷോർ, ഡോക്ടർ അർച്ചന പ്രസാദ് എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. 1 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി വിഷു ഈസ്റ്റർ മെഗാ ഫെസ്റ്റിവൽ ഓഫർ. ബമ്പർ സമ്മാനം റിനോൾട്ട് ക്വിഡ് കാർ. കൂടാതെ 24 ഭാഗ്യശാലികൾക്ക് 2 വീലർ സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കുമൊപ്പം ഗോൾഡ് കോയിൻ സൗജന്യം. നിരവധി ആനുകൂല്യങ്ങളുമായി അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. ബിഗ്ഗസ്റ്റ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ പുതിയ 916 ആഭരണങ്ങൾ സ്വന്തമാക്കൂ. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. വാർത്തകൾ തുടരുന്നു. അരീക്കാട് പനിക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ തിറ താലപ്പൊലി മഹോത്സവം 2 ദിവസങ്ങളിലായി നടന്നു. നിരവധി ഭക്തജനങ്ങൾ ഉത്സവ ചടങ്ങുകളിൽ പങ്കെടുത്തു. അരീക്കാട് പനിക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ തിറ താലപ്പൊലി മഹോത്സവം 2 ദിവസങ്ങളിലായി നടന്നു. ഗണപതി ഹോമത്തോടെ ഉത്സവ പരിപാടികൾക്ക് തുടക്കമായി. സന്ധ്യാവേല, നല്ലളം മാങ്കുനി ക്ഷേത്രത്തിൽ നിന്നുള്ള ആഘോഷവരവ്, താലപ്പൊലി, തായമ്പക, ദീപാരാധന, വെള്ളാട്ടുകൾ എന്നിവയും ഗുളികൻ, ഭൈരവൻ, നാഗകാളി, വില്ലി, കരുമകൻ എന്നീ തിറയാട്ടങ്ങളും നടന്നു. ദേശവരവിലും ആഘോഷവരവിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ചാന്തുതിറയോടെ തിറ താലപ്പൊലി മഹോത്സവം സമാപിച്ചു. മീഞ്ചന്ത ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ശതാബ്ദി ആഘോഷവും യാത്രയയപ്പ് സമ്മേളനവും MLA MK മുനീർ ഉദ്ഘാടനം ചെയ്തു.
ദേശത്തിന്റെ സാംസ്കാരിക വിദ്യാഭ്യാസ മണ്ഡലത്തിൽ കഴിഞ്ഞ 100 വർഷങ്ങളായി തിളങ്ങി നിൽക്കുന്ന മീഞ്ചന്ത ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഇതിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും വർണ്ണശബളമായ ഘോഷയാത്രയും നടന്നു. ആഘോഷങ്ങളുടെയും പ്രശസ്ത സേവനത്തിനു ശേഷം ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന 4 അധ്യാപകരുടെ യാത്രയപ്പ് സമ്മേളനത്തിന്റെയും ഉദ്ഘാടനം MLA ഡോക്ടർ MK മുനീർ നിർവഹിച്ചു. ചടങ്ങിൽ PTA പ്രസിഡന്റ് PM സുരേഷ് ബാബു അധ്യക്ഷനായി. ഹെഡ്മിസ്ട്രസ് ജീത VG റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിരമിച്ച 4 അധ്യാപകർക്ക് കോഴിക്കോട് നഗരസഭാ വിദ്യാഭ്യാസ ഉപസമിതി ചെയർമാൻ M രാധാകൃഷ്ണൻ മാസ്റ്റർ ഉപഹാരങ്ങൾ സമർപ്പിച്ചു. കൌൺസിലർമാരായ നജ്മ K, ഉഷാദേവി ടീച്ചർ, KM റഫീഖ് എന്നിവരും AEO കുസുമം KS, സ്റ്റാഫ് സെക്രട്ടറി മോഹനൻ, SPG ചെയർമാൻ മേലടി നാരായണൻ, മാതൃസമിതി ചെയർപേഴ്സൺ സതീദേവി, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് അബ്ദുൽ നാസർ എന്നിവർ ആശംസകൾ നേർന്നു. OK ഷൌക്കത്ത് അലി, P മോഹനൻ, MN ജാനകി, മേരി PJ എന്നിവരുടെ മറുപടി പ്രസംഗത്തിനു ശേഷം പ്രശസ്ത കലാകാരന്മാർ അണിനിരന്ന ഗാനമേളയും അരങ്ങേറി. എടക്കാട് കുണ്ടൂപ്പറമ്പ് കക്കാട്ടുകുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ തിറ മഹോത്സവം വിപുലമായി കൊണ്ടാടി. ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും വഴിപാടുകളും അന്നദാനവും ഉണ്ടായിരുന്നു. കുണ്ടൂപ്പറമ്പ് എടക്കാട് ദേശത്തെ അതിപുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കക്കാട്ടുകുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രം. ഭക്തജനങ്ങൾക്ക് സർവാഭീഷ്ടദായകിയായ ഭഗവതിയുടെയും ഉപദേവതമാരുടെയും തിറമഹോത്സവം വിപുലമായി നടന്നു. ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. പുറപ്പെട്ടു വരവ്, കലശമെഴുന്നള്ളത്ത്, ഉണർത്തുപാട്ട് എന്നീ ചടങ്ങുകളും ഗുരു കാരണവന്മാർ, മലങ്കരി, കുട്ടിച്ചാത്തൻ, മലയമ്മ, നാഗകാളി വെള്ളാട്ടുകളും നടന്നു. എടക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നുള്ള ആഘോഷവരവിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. തായമ്പകയും മലങ്കാരി, മലയമ്മ, ഹനുമാൻ, നാഗകാളി, കരുവൻ, കരിയാത്തൻ, ഗുളികൻ എന്നീ തിറകളും ഉണ്ടായിരുന്നു. അന്നദാനത്തിലും പ്രത്യേക പൂജകളിലും പങ്കെടുത്ത് ഭക്തജനങ്ങൾ ഭഗവതിയുടെ അനുഗ്രഹം വാങ്ങി ധന്യരായി. അന്ധവിശ്വാസങ്ങൾക്കെതിരെ നവോത്ഥാന മുന്നേറ്റം എന്ന പ്രമേയവുമായി KNM സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ ആരംഭിച്ചു. KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ളക്കോയ മദനി ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. അന്ധവിശ്വാസങ്ങൾക്കെതിരെ നവോത്ഥാന മുന്നേറ്റം എന്ന പ്രമേയവുമായി KNM സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ ആരംഭിച്ചു. സമൂഹത്തിന്റെ സ്വസ്ഥതയും സമാധാനവും കെടുത്തുന്ന അന്ധവിശ്വാസങ്ങൾക്കും ആത്മീയ ചൂഷണങ്ങൾക്കുമെതിരെ വൈജ്ഞാനിക പ്രതിരോധം തീർക്കുകയും അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നടപ്പാക്കാൻ ആവശ്യപ്പെടുകയുമാണ് ക്യാമ്പിന്റെ ലക്ഷ്യം. മതത്തിന്റെ മറവിൽ വളർന്നു വരുന്ന അന്ധവിശ്വാസങ്ങളും സാമ്പത്തിക ചൂഷണങ്ങളും ഇല്ലാതാക്കാൻ വ്യത്യസ്ത മതസംഘടനകളുമായി മഹലുകളിൽ കൂട്ടായ്മകൾ രൂപീകരിക്കുവാൻ തീരുമാനിച്ചു. ISM നേതൃത്വത്തിൽ അന്ധവിശ്വാസങ്ങൾക്കെതിരെ 21-ന് കാസർഗോഡ്, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്നും സന്ദേശയാത്രകൾ ആരംഭിക്കും. 2 യാത്രകളും 30-ന് പട്ടാമ്പിയിൽ സമാപിക്കും. MGM ജില്ലാ സമിതി അംഗങ്ങളും MSM വിദ്യാർത്ഥികൾക്കായി 21 മുതൽ 26 വരെ ക്യാമ്പുകളും നടത്തും. KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ളക്കോയ മദനി ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. KJU ആക്ടിംഗ് പ്രസിഡന്റ് CP ഉമർ സുല്ലമി അധ്യക്ഷം വഹിച്ചു. KNM സംസ്ഥാന ജനറൽ സെക്രട്ടറി PP ഉണ്ണിൻകുട്ടി മൗലവി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മടവൂർ, KJU സെക്രട്ടറി M മുഹമ്മദ് മദനി, MK രാഘവൻ MP, മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ, സെക്രട്ടറിമാരായ A അബ്ദുറഹിമാൻ സലഫി, M സലാഹുദ്ദീൻ മദനി, ഹനീഫ് കായക്കൊടി, ISM സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ AI അബ്ദുൽ മജീദ് സൊലാഹി, ISM സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ജാബിർ അമാനി, MSM സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ മജീദ് മാമാങ്കര എന്നിവർ പ്രസംഗിച്ചു. EK നായനാർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആരോഗ്യ വിദ്യാഭ്യാസ കാർഷിക വ്യവസായ പ്രദർശനം കാലിക്കറ്റ് എക്സ്പോയ്ക്ക് സ്വപ്നനഗരിയിൽ തുടക്കം കുറിച്ചു. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ആദ്യമായാണ് ലോകോത്തര നിലവാരമുള്ള റോബോട്ടിക് ആനിമൽ എക്സിബിഷൻ, ക്ലിക്കാർട്ട് ഗാലറി എന്നിവയുള്ള പ്രദർശനം ഒരുക്കുന്നത്. മഹാത്മാഗാന്ധി, മദർ തെരേസ, അബ്ദുൽ കലാം തുടങ്ങിയ പ്രഗത്ഭരുടെ ചിത്രങ്ങൾക്കൊപ്പമുള്ള സെൽഫി എടുക്കാനുള്ള സൗകര്യം പ്രദർശനത്തിന്റെ പ്രത്യേകതയാണ്. പോലീസ്, സിറ്റി ട്രാഫിക്, കൃഷി വകുപ്പ്, വനം വകുപ്പ്, മേഖലാ ശാസ്ത്രകേന്ദ്രം തുടങ്ങിയവയുടെ സ്റ്റാളുകൾ എക്സ്പോയിലുണ്ടാകും. അത്യാധുനിക അമ്യൂസ്മെന്റ് പാർക്ക്, ഫുഡ് കോർട്ട്, കുട്ടികൾക്കുള്ള വിവിധ റൈഡുകൾ എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട്. വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ വിപുലമായ പ്രദർശനവും വിപണനവുമുണ്ട്. വൈകിട്ട് 4 മുതൽ 9 വരെയുള്ള എക്സ്പോയിൽ മുതിർന്നവർക്ക് 50 രൂപയാണ് പ്രവേശന ഫീസ്. 5 വയസ്സിൽ താഴെയുള്ളവർക്ക് പ്രവേശനം സൗജന്യമാണ്. CPM സൗത്ത് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ EK നായനാർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനം വിപുലമാക്കുന്നതിന്റെ ഭാഗമായാണ് എക്സ്പോ സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ ബാബു പറശ്ശേരി അധ്യക്ഷം വഹിച്ചു. എക്സ്പോയുടെ ഉദ്ഘാടനം മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ നിർവഹിച്ചു. പവലിയൻ ഉദ്ഘാടനം MK രാഘവൻ MP നിർവഹിച്ചു. M ഭാസ്കരൻ, T ദാസൻ, MM പത്മാവതി, TP ദാസൻ, ജിഷ ഗിരീഷ്, CJ റോബിൻ, ബിജുരാജ്, TV ബാലൻ, ബഷീർ തങ്ങൾ, PD ആസാദ്, P കിഷൻ ചന്ദ്, PK നാസർ, CP മുസാഫിർ അഹമ്മദ്, കാനങ്ങോട് ഹരിദാസൻ, K ദാമോദരൻ, CN വിജയകൃഷ്ണൻ, TV നിർമ്മലൻ, O രാജഗോപാൽ, AT അബ്ദുള്ളക്കോയ എന്നിവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
താലൂക്ക് തല ജനസമ്പർക്ക പരിപാടിക്ക് തുടക്കം. കോഴിക്കോട് താലൂക്കിലെ 703 അപേക്ഷകളിന്മേൽ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ. കൊടും കുറ്റവാളികൾക്ക് കുടപിടിക്കുന്ന നയങ്ങളാണ് പിണറായി സർക്കാരിന്റേതെന്ന് BJP സംസ്ഥാന സെക്രട്ടറി VK സജീവൻ. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ച മാർച്ച്. വേനൽ അവധിക്കാലത്ത് പ്രത്യേക വേതനം നൽകണമെന്ന ആവശ്യവുമായി പാചക തൊഴിലാളി സംഘടന. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers. Astor Mims, Calicut and Kotikal. We will treat you.